എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറഞ്ഞ ചേരുവയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള 3 കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ കെമിക്കലൊന്നും ചേരാണ്ട് നമുക്ക് യാതൊരുവിധമായ സൈഡ് എഫക്റ്റോ ചൊറിച്ചിലോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്. നല്ലൊരു താളി പോലുള്ളൊരു കാര്യം, അതിനോടൊപ്പം തന്നെ നല്ലൊരു ഓയിൽ, അതും കുറഞ്ഞ ചേരുവയിലാണ് നമ്മുടെ വീട്ടിലുള്ളതും പറമ്പിലൊക്കെ ഉള്ളതുമായിട്ടുള്ള ചേരുവകളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ അത്യാവശ്യം കുറച്ച് പേരിലോട്ട് എത്തി. അതിൻ്റെ അടി എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നുണച്ചീന്ന് കേട്ടോ. അന്നേരം ഞാൻ പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് തിരിച്ച് ആ ഒരു കമൻറ്റിന് മറുപടി കൊടുക്കാൻ തോന്നുന്നില്ല. അതൊരു വീഡിയോയിലൂടെ അങ്ങ് പറയാം. നമ്മളെടുക്കുന്ന ഓരോ ചേരുവയും നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു ചേരുവ എടുക്കുന്നതെന്നുള്ളത്. എന്നിട്ട് മാത്രം കമൻ്റ് ഇടാൻ ശ്രമിക്കുക. നമുക്കന്നേരം നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മളിന്ന് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം, ഉലുവ, ചെമ്പരത്തിപ്പൂവ്. അത് നമ്മുടെയൊക്കെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇത് പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വരുന്ന കുറച്ച് മുതൽക്കൂട്ടുകളായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഡൈ ആണെങ്കിലോ പാക്കാണെങ്കിലോ ഓയിലായിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പനിക്കുറുക്ക, ഞവരയില, ഇതിനകത്തൊന്നും നമ്മൾ കളവോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് എന്നുള്ളതിന് നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുടി നരയ്ക്കുന്നതും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളതൊക്കെ ഒത്തിരി വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ അത് ആവർത്തനമായി പോട്ടോ. അതായത് നമ്മൾ കരിഞ്ജീരകം, ഉലുവ, ചെമ്പരത്തിപ്പൂവ്, അതിൻ്റെ കൂട്ടത്തിൽ തുളസി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സുലഭമായിട്ട് നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്നതാണ്. മിക്ക ഫ്ലാറ്റുകളിലാണെങ്കിലും ഇതൊക്കെ കാണാത്തവരായിട്ട് കാണില്ല. ഇപ്പം ചെമ്പരത്തി ആണെങ്കിലും ആ ഒരു പൂവൊക്കെ ഉണക്കി പൊടിയായിട്ടൊക്കെ കിട്ടാറുണ്ട്. ഒരുപാട് രീതിയിൽ ഇപ്പം പുരോഗമനങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും എവിടെയും കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അന്നേരം ഇത് ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ചേരുവെന്ന് വെച്ചാൽ കറിവേപ്പിലയാണ്. നമ്മൾ കറിവേപ്പില സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗ്ലാസ് ജാറിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പറോ കോട്ടനോ തുണിയോ വെച്ച് കൊടുക്കുക. അതിലേക്ക് പിന്നെ കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടുള്ള കറിവേപ്പില ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. എന്നിട്ട് അതിന് ഈർപ്പമൊക്കെ പിടിച്ചിട്ട് ഇനി എത്ര നാളത്തേനും വേണമെങ്കിൽ ഈ പേപ്പർ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ കേടായി പോവില്ല, പന്നലാവാതെ ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ 2 പിടി കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇതൊന്നും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത കുറഞ്ഞ ചേരുവകളാണ് കേട്ടോ. ഇനി ഇതിനെ അത്യാവശ്യം തുരുമ്പുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് മാറ്റുകയാണ്. അന്നേരം ഈ തുരുമ്പ് അല്ലെങ്കിൽ അയൺ നമ്മുടെ മുടി കറുപ്പിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ പറയുന്നില്ല, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കേട്ടോ. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുടി കറുപ്പിക്കാനുള്ള ഡൈ എന്നുള്ള രീതി മാത്രമല്ല, മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്ക്, അകാലനര വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സമൃദ്ധമായിട്ട് താരനും ചൊറിച്ചിലൊക്കെ മാറി ഇടതൂർന്ന മുടികൾ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ എണ്ണ കാച്ചുന്ന ആ ഒരു കുഞ്ഞ് ഇരുമ്പിൻ്റെ ഒരു പാത്രം ഉണ്ട് എൻ്റെ കേട്ടോ. അത് ഇപ്പം നമുക്ക് 1-2 ദിവസത്തേനുള്ളതാണ്. നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് വലിയ ചീനച്ചട്ടി ചെയ്യാം കേട്ടോ. അതിൽ എൻ്റെ ചെറിയൊരു പാത്രം ഉണ്ട്, അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പം നമ്മളിതിലെടുത്തിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് പുളിച്ച കഞ്ഞിവെള്ളമല്ല, പുളിക്കാത്ത ഇന്നത്തെ കഞ്ഞിവെള്ളമാണ്. പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് നമ്മളൊരു രാത്രി മുഴുവൻ ഇരുന്ന് പുളിപ്പിച്ചിട്ടാണ് ഈ ഒരു ഡൈ നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം ഇതിനെ നല്ലപോലെ ആ ഒരു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ തിളപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം അരച്ചോ, ഇത് ഒരുമാതിരി നമ്മൾ അരച്ച് വെക്കുന്ന രീതിയിലോട്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അരിച്ചിട്ട് അതിൻ്റെ സത്ത് മാത്രം എടുക്കാം. പക്ഷേ നമ്മളൊരു രാത്രി മുഴുവനും ഇത് വെച്ചിരുന്ന് ഇതിൻ്റെ അകത്ത് സത്തുക്കൾ ആ ഒരു അയൺ പാത്രത്തിൽ ആയിട്ട് മിക്സായി അതിൽ നിന്നുണ്ടാവുന്നൊരു ഡൈ നമ്മുടെ തലമുടിയിൽ തലയോട്ടിലേക്ക് തേക്കുന്ന സമയത്ത്
അത്രയേറെ ഗുണകരമാണ്. മുടി നന്നായിട്ട് കറുത്ത് വരാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് സമർത്ഥമായിട്ട് വരാനും താരം മാറാനും ചൊറിച്ചിൽ കിളിർത്ത് വരും. നമ്മൾ ഡൈ ചെയ്യുമ്പം എപ്പോഴും പറയുന്നതാണ് നിലവിലുള്ള മുടിയെ തൽക്കാലത്തേന് ടെമ്പററി ആയിട്ട് കറുപ്പിക്കുമെന്നല്ലാണ്ട് ചിലപ്പോൾ അന്നേരം തന്നെ ചിലർക്ക് അലർജി പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനൊന്നും വരാതെ നമുക്ക് ഇടതൂർന്ന് കിളിർത്ത് വരുന്ന പുതിയ മുടികൾ പോലും കറുത്തോടു കൂടി വരാൻ പറ്റുന്ന ഡൈകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ പണ്ടുകാലം മുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്യുന്നതേ ഉള്ളൂ. നല്ലപോലെ തിളച്ച് അതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു രാത്രി മുഴുവനും വെക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത്. അത്രയും സമയമില്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കുക. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പല തരത്തിലുള്ള ഡൈകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിപ്പോൾ ഡൈ എന്നും പറയാൻ പറ്റും, പാക്ക് എന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ ശരിയാക്കി ഒരു രാത്രി മുഴുവൻ ഇരുന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് സെറ്റായി വരണം. ആ ഒരു ഡൈ അതായി കഴിയുമ്പോൾ നമുക്ക് പാക്കായിട്ടും ഡൈ ആയിട്ടും ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്ന പോലെ മുടി നരയ്ക്കാനും വേണ്ടി അല്ലെങ്കിൽ നരച്ച മുടിയെ കറുപ്പിക്കാനും വേണ്ടിയുള്ള വീഡിയോകൾ മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിൽ ചിലപ്പോൾ ഒരു ആഹാരം കാണും, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം കാണും, അല്ലെങ്കിൽ ഓയിൽ കാണും, പാക്കുകൾ കാണും, വെള്ളം പോലുള്ള കാര്യങ്ങളൊക്കെ കാണും. അന്നേരം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഇതിപ്പോൾ നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു 8 മണിക്കൂറിന് ശേഷം ഒരു രാത്രി വെളുപ്പിനെയാണ് എടുക്കുന്നത്. അന്നേരം തന്നെ അതിൻ്റെ കളർ കണ്ടോ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ നേരെ തലയോട്ടിലും തലമുടിയിലും ഒരു പാക്ക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും ഡൈ എന്ന് ഞാൻ പറയുന്നില്ല. ഡൈ പോലെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ തേച്ചിട്ട് കുറഞ്ഞതൊരു 1 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും വെക്കുക. അല്ലെങ്കിൽ കുറഞ്ഞതൊരു 20 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അതിൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതിന് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതായിട്ടുള്ള ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ, കരിഞ്ജീരകം, ഉലുവ, നമ്മുടെ ചെമ്പരത്തി, അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, ഇത്രയും ചേർത്തിട്ടുള്ളതാണ്, ചതച്ചെടുത്തതാണ്. ഇതിൽ വേറൊന്നും വെള്ളമയമൊന്നും ഇല്ലാത്തതാണ്. അന്നേരം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതിനെ ചെറിയ തീയിലിട്ട് നല്ലപോലെ നമ്മൾ എണ്ണ കാച്ചിയെടുക്കുകയാണ്. ഇതിപ്പം ഒരുപാട് ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാത്ത ഒരാളാണ്. ആഴ്ച 1-2 തവണ അതിൻ്റെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഞാൻ എണ്ണ തയ്യാറാക്കി വെക്കാറുമില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു ചുമന്നുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ നമുക്ക് എണ്ണ കാച്ചാം. അത്രയേറെ ഗുണകരമാണ്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ചതച്ച് അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് അത് നമുക്ക് പാക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു തരിതരാന്നിരിക്കുന്നത് നമ്മൾ അരിച്ച് മാറ്റാൻ വേണ്ടി ഒരുപാട് ഓയിലൊന്നും നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ കളർ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല പച്ച കളറാണ് ഉള്ളത്. നമ്മളത് ചൂടാറിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇത്രയും നമ്മൾ എണ്ണ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ നേരെ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. കുറഞ്ഞത് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ വേര് മുതൽ നല്ലപോലെ കറുത്ത് ഇടതൂർന്ന മുടികൾ വളരാൻ സാധിക്കുന്നതാണ്. അതുപോലെ നല്ലപോലെ മസാജ് ചെയ്യുമ്പോൾ വിരൽത്തുമ്പ് കൊണ്ട് മസാജ് ചെയ്യുമ്പം ബ്ലഡ് നന്നായിട്ട് ഓടുകയും അതുപോലെ നമുക്ക് മുടി നല്ല സമർത്ഥമായിട്ട് വരാനും അല്ലെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ ഒരു ടെൻഷനൊക്കെ മാറി നല്ല റിലാക്സ് ആവാൻ നമ്മൾ ചില എണ്ണകൾ തേക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു താളിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വയണയില എന്ന് പറയും. ഈ ഇലയ്ക്ക് നമ്മൾ കുമ്പളപ്പമൊക്കെ പൂച്ചപ്പമൊക്കെ പുഴുങ്ങുന്ന ഇലയുണ്ട്. ഇത് നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായിട്ട് കിട്ടും. ഇത് പണ്ട് കാലം മുതൽ ഒരു താളി രീതിയിൽ മുടിയുടെ അഴുക്ക്, താരൻ, ചൊറിച്ചിലൊക്കെ താരം മാറുമ്പം തന്നെ മുടി ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ വളർന്നു വരും കേട്ടോ. അതുപോലെ തന്നെ അകാരം തന്നെ വരാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അന്നേരം അത് ഒരു 3-4 എടുത്ത് നമ്മൾ നേരെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ചെമ്പരത്തി പൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്പരത്തി പൂവും കൂടെ ചേർത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ഞവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. ഈ ഒരു ഇലയ്ക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ കണക്ക് തന്നെ ചെമ്പരത്തിയുടെ കണക്ക് തന്നെ താളിയുടെ ഒരു എഫക്റ്റ് കിട്ടും. ഒരു കൊഴുപ്പായിട്ട് കേട്ടോ, നല്ല ഇത് കിട്ടും. അതിനൊരു വയനയുടെ ഇലയുടെ ഒരു മണവും കാണും കേട്ടോ. ആ മണം ഇഷ്ടമല്ലാത്തവർ നമ്മളെപ്പോഴും പറഞ്ഞിട്ട് 1-2 ഡ്രോപ്പ് മാത്രം ഷാമ്പു ചേർത്ത് കൊടുക്കുക. അന്നേരം ഒരു ചെറിയ ഷാമ്പുവിന് മണം കാണും കേട്ടോ. തലമുടിയിൽ മറ്റ് മണങ്ങൾ വരില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയാൻ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ.
അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.